ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ടു. ദൗർഭാഗ്യകരമായൊരു വിഭജനം. ആ വിഭജനത്തിന്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു നമുക്കറിയാം. ഇന്ത്യ വിഭജനത്തിന് ശേഷം നമ്മുടെ അയൽ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെയും ഈ രാജ്യങ്ങൾ തമ്മിൽ പല പ്രാവശ്യം പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് പാകിസ്ഥാനിന്റെ സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ വഴിപിരിയൽ യോഗത്തിൽ വെച്ചുകൊണ്ട് ലിയാഖത്ത് അലി ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ നേതാവുമായി ആ വഴിപിരിയൽ യോഗത്തിൽ വെച്ച് സംസാരിക്കുമ്പോ ലിയാഖത്ത് അലി ഖാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഖായിദെ മില്ലത്തിനോട്. ഖായിദെ മില്ലത്ത്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം, അത് ശ്രദ്ധിച്ചോളണം. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനിക്കൊരു ടെലഗ്രാം ചെയ്യണം. ഇത് ഖായിദെ മില്ലത്തിനോട് ലിയാഖത്ത് അലി ഖാൻ പറയുമ്പോ നമ്മുടെ നേതാവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. ലിയാഖത്ത് അലി, ഇന്ന് ഞങ്ങളും നിങ്ങളും രണ്ട് രാജ്യക്കാരാണ്. ഞങ്ങൾ ഭാരതീയരാണ്, നിങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന വേറൊരു രാജ്യക്കാരാണ്. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. ലക്ഷങ്ങൾ വരുന്ന ഫണ്ട് വിഭജിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഖായിദെ മില്ലത്ത് പറഞ്ഞു, ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം, നിങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ ഫണ്ട് പോലും നിരസിച്ചു.